ജോഷിത വിജയനെ ഇപ്പോൾ എല്ലാവർക്കും അറിയാലോ. അണ്ടർ-19 വനിതാ വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ പ്ലെയർ ആയിരുന്നു. ഷബ്നം ഷക്കീലിൻ്റെ കൂടെ ഫസ്റ്റ് ഓവർ എറിഞ്ഞ ഫാസ്റ്റ് ബോളർ, വയനാട്ടുകാരി. അപ്പോൾ ഈ ജോഷിതയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോഷിത വെറും ഒരു ബോളറല്ല, ജോഷിത ഒരു ഓൾറൗണ്ടറാണ്. കഴിഞ്ഞ വേൾഡ് കപ്പിൽ ജോഷിതയ്ക്ക് ഇങ്ങനെ ബാറ്റ് ചെയ്യാനുള്ള അവസരം ഒരുപാട് കിട്ടിയില്ല. ഒരു കളി മാത്രമേ ബാറ്റ് ചെയ്തുള്ളൂ. ആ കളി നന്നായിട്ട് കളിക്കുകയും ചെയ്തു. എന്ന് വെച്ചാൽ ഒരു ഫ്ലോട്ടറായിട്ട് പോലും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പവറുണ്ട്, ടൈമിംഗ് ഉണ്ട്, ഫിയർലെസ് ആണ്, ഷോട്ട് കളിക്കാനൊന്നും. RCB ആണ് WPL ജോഷിത ടീമിലെടുത്തിരിക്കുന്നത്. അപ്പോൾ RCBയുടെ പ്രധാനപ്പെട്ട ബോളർ രേണുക സിംഗ് ആണ് ഇന്ത്യൻ ടീമിന് വേണ്ടി ബോളിംഗ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പം രേണുകയുടെ കൂടെ മിക്കവാറും ജോഷിത പന്തെറിയുമെന്നാണ് തോന്നുന്നത്. കാരണം അത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ് ജോഷിത. എനിക്ക് തോന്നുന്നു ഇത്രയും ചെറിയ പ്രായത്തിൽ, കേരളത്തിൽ നിന്ന് ഇത്രയും ചെറിയ പ്രായത്തിൽ ഇത്രയും നല്ല ഒരു ടാലൻ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് ശരിക്കും ജോഷിത. അണ്ടർ-19 കേരള അണ്ടർ-19 ടീമിൻ്റെ ക്യാപ്റ്റനാണ്. പിന്നെ ജോഷിതയുടെ വേറെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോഷിത ഒരു സ്ട്രൈക്ക് ബോളറായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു പ്ലെയറാണ്. കാരണം നല്ല സ്വിങ് കിട്ടുന്നുണ്ട് പന്തിൽ, നല്ല സീം പൊസിഷനാണ്. എനിക്ക് ജോഷിത പന്തറിയുന്നത് കണ്ടപ്പം മുഹമ്മദ് ഷമീനെ ഓർമ്മ വന്നത്. മുഹമ്മദ് ഷമിയുടെ സീം പൊസിഷൻ ഭയങ്കര കറക്റ്റാണ്, ഭയങ്കര കുതി തോന്നുന്ന സീം പൊസിഷനാണ്. അതുപോലെ തന്നെ ജോഷിതയുടെ സീം പൊസിഷനും വളരെ കറക്റ്റാണ്. അപ്പോൾ അത്രയും നല്ല സീം പൊസിഷനും നല്ല സ്വിങ്ങും കിട്ടുന്നുണ്ട്. അതായത് ഇൻസ്വിങ് അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. ബനാന സ്വിങ് എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും നല്ല സ്വിങ് കിട്ടുന്നുണ്ട്. ഈ ശരിക്കും രേണുക സിംഗിനും ഇൻസ്വിങ് ആണ് രേണുക സിംഗിൻ്റെയും ഒരു മെയിൻ ഒരു സാധനം, കരുത്ത്. അപ്പോൾ അതുപോലെ ജോഷിതയുടെയും ഇൻസ്വിങ് ആണ് ശരിക്കും അണ്ടർ-19 വേൾഡ് കപ്പിലൊക്കെ കണ്ടത്. WPL ഈ എന്താ പറയുന്ന ആഭ്യന്തര താരങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് അവർക്കെതിരെയൊക്കെ കളിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഷബ്നം ഷക്കീലും നേരത്തെ ഗുജറാത്തിലുണ്ടായിരുന്ന പ്ലെയറാണ് കഴിഞ്ഞ സീസണിൽ. അപ്പോൾ ജോഷിത കേരളത്തിൻ്റെ അണ്ടർ-19 ടീമിൻ്റെ ക്യാപ്റ്റനാണല്ലോ. അപ്പോൾ ഇവർ തമ്മിൽ ഈ ഏജ് ഗ്രൂപ്പ് മത്സരങ്ങളൊക്കെ നേരത്തെ കളിച്ചിട്ടുണ്ട്. പിന്നെ WPL വരുമ്പം ഇൻ്റർനാഷണൽ പ്ലെയേഴ്സ്, അപ്പോൾ അവർക്കെതിരെ പന്തെറിയുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു സംഭവമാണ്. അപ്പം കേരള ടീമിൽ നിന്ന് സഞ്ജു സാംസണിന് ശേഷം അടുത്ത ഒരു ഇന്ത്യൻ ടീമിലേക്കുള്ള അടുത്ത ഒരു സൂപ്പർ സ്റ്റാർ സഞ്ജുവിനും ഈ പറഞ്ഞ പോലെ സഞ്ജുവിൻ്റെ കരിയർ മാനേജ്മെൻറ്റും BCCI ഒക്കെ തുലച്ചൊരു പരിധിവരെ അതങ്ങനെ ആയിപ്പോയി. പക്ഷേ ജോഷിതയുടെ കാര്യം അങ്ങനെ ആവില്ലെന്നാണ് തോന്നുന്നത്. കാരണം ഇന്ത്യക്ക് ഒരു നല്ല ഒരു ഫാസ്റ്റ് ബോളർ വേണം. ഇപ്പം ഇതുപോലെ ഫ്ലോട്ടറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു യങ് ക്രോപ്പ് ഒരു ഫാസ്റ്റ് ബോളർ വേണം. ഇന്ത്യക്ക് ഫാസ്റ്റ് ബോളർമാരുണ്ട്, പക്ഷേ ഇപ്പോൾ സീനിയർ ടീമിൽ കളിക്കാൻ പോലും അത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലെയറാണെന്നാണ് ഒരു വിലയിരുത്തൽ ജോഷിത. അപ്പോൾ ഈ WPL കൂടി മിക്കവാറും ജോഷിത ഇന്ത്യൻ ടീമിലേക്കുള്ള ഒരു അടുത്ത കോള് മിക്കവാറും കിട്ടാൻ സാധ്യതയുണ്ട്. വേൾഡ് കപ്പ് വരികയാണല്ലോ, ചിലപ്പോൾ ഒരു വേൾഡ് കപ്പ് ടീമിൽ റിസർവ് പ്ലെയർ ആയിട്ടെങ്കിലും ജോഷിത ഉൾപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഒരു സഞ്ജു സാംസണിന് ശേഷം നമുക്ക് മലയാളികൾക്ക് ചാൻഡ് ചെയ്യാനുള്ള ഒരു പേരായിരിക്കും ജോഷിത.